മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിവിടെ ആകാശ് ബ്രോ ഉണ്ട്. ബ്രോ സുഖാണോ? നന്നായിട്ട് പോകുന്നു. ബ്രോ നമുക്ക് ലലീഗ തന്നെ തുടങ്ങാം. നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് തിരിച്ചു വരാനുള്ളത്. കാരണം രണ്ട് ടീമുകളും പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 48, 49, 50 എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്താണ് ബ്രോ എക്സ്പെക്ടേഷൻ? എക്സ്പെക്ടേഷൻ എന്നാന്ന് ചോദിച്ചാല് കീപ്പ് ഓൺ വിന്നിങ് അത്രേ പറയുന്നുള്ളൂ. അതേ ഇപ്പൊ നടക്കത്തുള്ളൂ. നമ്മൾ ഒപ്പോണന്റ് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാതിരിക്കാം. പക്ഷെ കീപ്പ് ഓൺ വിന്നിങ് നമ്മൾ നമ്മുടെ മൊമെന്റ് നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ അടുത്ത അവൈലബിൾ ആയിട്ടുള്ള ഫിക്സ്റ്റേഴ്സിൽ നിന്നെല്ലാം ഇപ്പൊ അൺബീറ്റൺ ആയിട്ട് പോകാൻ സാധിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ലലീഗ നമ്മുടെ കയ്യിൽ ഇരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പറയും ഇപ്പം റയൽ മാഡ്രിഡ് അഗൈൻസ്റ്റ് ബാർസയ്ക്ക് മാച്ച് വരുന്നുണ്ട്, അത്ലറ്റിക്കോ മാഡ്രിഡ് അഗൈൻസ്റ്റ് ബാർസയ്ക്ക് മാച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ തമ്മിൽ ഇവർക്കും എല്ലാം വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ബിൽബാവോ മാച്ച്, സൊസിഡാഡ് മാച്ച്, ഗെറ്റാഫെ മാച്ച്, ഇങ്ങനത്തെ മാച്ചുകളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ 3 പോയിന്റ്സ് എടുക്കാം. ബാർസയ്ക്കാണ്, റയലിനാണ്, അത്ലറ്റിക്കോയ്ക്കാണ്. ടൈറ്റിൽ അടിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഫിക്സേഴ്സും ഇതൊക്കെയാണ് ക്രൂഷ്യലായിട്ടുള്ളത്. അതിൽ 3 പോയിന്റ്സുകൾ എടുക്കുക. ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യുക. ഈവൻ ഈ ബാഡ് മാച്ചസ് വരും ഇനിയുള്ള അടുത്ത 6 മാസം അല്ല 4-5 മാസത്തേക്ക് എല്ലാ മാച്ചസും അന്യായമായിട്ട് 4 ഗോളിനും 3 ഗോളിനും ഒന്നും ജയിക്കാൻ പറ്റത്തില്ല. ദർ വിൽ ബി മാച്ചസ് മോശമായിട്ട് കളിച്ച് ഒരു 1-0 സ്ക്രാപ്പി വിൻ എടുക്കേണ്ടൊക്കെ മാച്ചുകൾ വരും. സോ അവിടെയൊക്കെ എന്താ പറയാ ഒരു വിന്നിങ് മെന്റാലിറ്റി കാണിക്കുക, അതിലാണ് കാര്യം. സോ ആര് അത് സാധിക്കുന്നു, ആര് ആ ഒരു ചാമ്പ്യൻസ് മെന്റാലിറ്റി കാണിക്കുന്നു, അവരുടെ കയ്യിൽ കപ്പിരിക്കും. 3 ടീമും കേപ്പുള്ള. ബ്രോ ഒരു മൈൻഡ് ഗെയിം നടക്കുന്നുണ്ടോന്ന് ചെറിയ സംശയമുണ്ട്. കാരണം സിമിയോണി പറയുന്നു ബാഴ്സയാണ് ലലീഗയിലെ ബെസ്റ്റ് ടീം. ഫ്ലിക്ക് പറയുന്നു ഇല്ല, നമ്മൾ ടൈറ്റിൽ റേസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, നമ്മളെ ടീം അടുത്ത ഗെയിമിന് മാത്രമേ നോക്കുന്നുള്ളൂ. ഈ സംഭവം എന്ന് പറയുന്നത് പ്രഷർ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള പരിപാടിയായിട്ടാണ് തോന്നുന്നത്. അതെ ബ്രോ, അത് സിമിയോണി ഇക്കാര്യത്തിൽ എക്സ്പെർട്ടാ. പുള്ളി നമുക്കറിയാം സിമിയോണി ആൻസലോട്ടിയും പുള്ളിയുടെ ടീമിനെ ആ ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് മാനേജറാണ്, നമുക്കറിയാം. അതേസമയത്ത് സിമിയോണി മൈൻഡ് ഗെയിംസ് കളിക്കാനായിട്ട് സൂപ്പറാണ് പുള്ളി. എസ്പെഷ്യലി ഇപ്പം ബാർസലോണയ്ക്ക് ഒരു ഓവർ കോൺഫിഡൻസ് വന്നാൽ മേ ബി യങ്സ്റ്റേഴ്സ് ആ ഒരു എന്താ പറയാ ഈ ഒരു ഇന്റൻസിറ്റി കുറയ്ക്കുക, അല്ലെ ഞങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് ടീം എന്നുള്ള ഒരു മെന്റാലിറ്റി ഓപ്പോണന്റ് എങ്ങനെ പറയുന്നു. സോ നമ്മൾ എന്തോ ഒരു സംഭവമാണ് ആ ഒരു ഓവർ. ഇത് നമ്മുടെ പിള്ളേർ എസ്പെഷ്യലി ബാർസ മൊത്തം യങ്സ്റ്റേഴ്സ് ആണ്. അവരുടെ ഇപ്പൊ ലെവൻഡോസ്കി ഒക്കെ പോലത്തെ പ്ലേയേഴ്സിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, അവർക്കറിയാം ഇതൊരു മൈൻഡ് ഗെയിമാണ്, ഈ സംഭവമാണ്, ഒരു ഒത്തിരി ക്യാരക്ടറുകളാണ്. പക്ഷേ ഈ കുബാർസി പോലത്തെ ഇപ്പം എമാർ പോലത്തെ ഇത്ര എത്ര യങ്സ്റ്റേഴ്സ്, കസാഡോ, ഇവരുടെയൊക്കെ എങ്ങനെ ആ ഒരു കമന്റ് എടുക്കും? ഓക്കെ, ഒരു ഒപ്പോണന്റ് പ്രോബ്ലി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കോച്ചസ് ഇൻ ദ വേൾഡ് ഫുട്ബോൾ, നമ്മൾ ഇത്ര പ്രൈസ് ചെയ്ത് നോക്കി, നമ്മൾ വലിയ സംഭവമാണ്. ആ ഒരു സിമിയോണിക്ക് അറിയാം ഇത്. പുള്ളി ഇതിനു മുമ്പ് ഇങ്ങനെ പല കമന്റ്സ് പാസ് ആക്കിയിട്ടുണ്ട്. സോ അതിന് വീഴാതിരിക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇറ്റ്സ് ഗ്രേറ്റ്. സിമിയോണി പോലത്തെ ഒരു മാനേജർ വന്നിട്ട് ബാർസലോണ സ്റ്റൈൽ ഓഫ് പ്ലേ പോലത്തെ ഇറ്റ്സ് ഗ്രേറ്റ് ടു ഹിയർ. ഓക്കെ, നമ്മുടെ സ്റ്റൈൽ ഓഫ് പ്ലേ കൊള്ളാം, ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇപ്പോൾ എഫേർട്ട് കൊടുക്കുന്നതിനേക്കാളും മേളിൽ കൊടുക്കണം എന്നുള്ള ഒരു വാശി പ്ലേയേഴ്സിന് മനസ്സിലോട്ട് ഹാൻസ് ഫ്ലിക്ക് ഇൻസ്റ്റിൽ ചെയ്യുക. ആൻഡ് ഹാൻസ് ഫ്ലിക്ക് പറഞ്ഞ ഉയർത്തത് ശരി, നമ്മൾ ഗെയിം ബൈ ഗെയിം പോയാൽ മതി, അല്ലാതെ ടൈറ്റിൽ റേസ് ഉണ്ടോ അതുകൊണ്ട് ആണ് യങ് സ്ക്വാഡിന് അത്രയും പ്രഷർ താങ്ങാൻ പാടായിരിക്കും. അതെ, ഇപ്പൊ റയലിന്റെ കാര്യം പറയുകയാണെങ്കിൽ സിറ്റിക്കെതിരെ നമ്മൾ കണ്ടതാണ്, അവരുടെ ഈ ലാസ്റ്റ് മിനിറ്റ് കംബാക്ക് ഇപ്പോഴും വിട്ടിട്ടില്ല. ചെറിയ ഫോമിലേക്കൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. എസ്പെഷ്യലി എംബാപ്പെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗോൾ അടിക്കുന്നുണ്ട്. നമ്മൾ എംബാപ്പേനെ ആദ്യം പറയായിരുന്നു പുള്ളി സ്റ്റാർട്ടിംഗ് ടേബിൾ ഉണ്ട്, പക്ഷെ പുള്ളി പതുക്കെ കളിയിലേക്ക് വന്നു തുടങ്ങി. വിനീഷ്യസ് എംബാപ്പെ ആയിട്ട് ചെറിയ കണക്ട് ഒക്കെ വരുന്നുണ്ട്. ബ്രോ അടുത്ത മാച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. ആ എക്സ്ട്രാ നോക്കൌട്ട് മത്സരം കളിക്കുന്നതിന്റെ ഒരു പ്രഷർ ഉണ്ട്. പക്ഷെ അവരിപ്പോഴും എങ്ങനെയൊക്കെയോ മാച്ച് ജയിക്കുന്നുണ്ട്. ഇപ്പൊ ഡ്രോ ആവുന്ന വിചാരിച്ച മത്സരം അവസാന നിമിഷം ജയിക്കുന്നു. ചെറിയ ഫോമിലൂടെയാണ് പോകുന്നത്. അതൊരു പ്രശ്നമാണോ? പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ പ്രശ്നമാണ്. ഇപ്പൊ റയൽ മാഡ്രിഡ് ഈസ് ഓൾവേസ് ഇൻ ദ എന്നാ പറയുക, നമുക്ക് അവരൊരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് എത്ര മോശം ഫോമിലാണെന്ന് പറഞ്ഞാലും അണ്ടിൽ ദേ ആർ ഔട്ട് ഓഫ് ദ കോമ്പറ്റീഷൻ അവരെ തള്ളിക്കളയാൻ പറ്റില്ല. ആൻഡ് ഇപ്പൊ നമ്മൾ നോക്കാനായിട്ടാണ് ലലീഗയിൽ അവരാണ് ടോപ്പ്. ഇപ്പൊ ലലീഗയിൽ എന്തും സംഭവിക്കാം ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ. പക്ഷെ ഇപ്പൊ ലലീഗയിലെ റൈറ്റ് നൗ ടോപ്പിൽ നിൽക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് ഒരു പോയിന്റ് ഗ്യാപ്പ് ആണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റയൽ മാഡ്രിഡ്. സോ അവർ ടൈറ്റിൽ റേസിലുണ്ട്. ചാമ്പ്യൻസ് ലീഗിലെ സെക്കൻഡ് ലെഗ് ബെർണബ്യൂ ഡെഫിനറ്റ്ലി റയൽ മാഡ്രിഡ് ആണ് ഫേവറേറ്റ്സ്. അവർ അടുത്ത റൗണ്ടിലോട്ട് കിടക്കാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. പക്ഷെ ഒന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല. എനിത്തിങ് ഈസ് പോസിബിൾ ഇൻ ഫുട്ബോൾ. പക്ഷെ റൗണ്ട് ഓഫ് 8 റയൽ മാഡ്രിഡ് വന്നാൽ ഇപ്പൊ റയൽ മാഡ്രിഡ് വന്നത് മോശം സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് അവർ ലലീഗ ടോപ്പിലുണ്ട്. ചാമ്പ്യൻസ് ലീഗിലാണ് ഗ്രൂപ്പിൽ 11th സ്പോട്ടിൽ അവർ ഫിനിഷ് ചെയ്തു. അവർ 20ക്ക് താഴെ പറ്റുന്ന 11th സ്പോട്ടിൽ അവർ ഫിനിഷ് ചെയ്തു. ആൻഡ് സിറ്റിനെ തോപ്പിച്ചു. എത്തിക്കാറിൽ ഇനി സെക്കൻഡ് ലെഗ് അടുത്ത റൗണ്ടിലോട്ട് കയറിയാൽ എന്തും സംഭവിക്കാം. എംബാപ്പയുടെ ഫോം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വിനീഷ്യസ് ജൂനിയർ ലാസ്റ്റ് മാച്ച് സെക്കൻഡ് ഹാഫിലേക്ക് 1.5 കളിയായിരുന്നു. റോഡ്രിഗോ, വാൽവേർഡെ, ബെല്ലിംഗം ഗെയിം ചേഞ്ചേഴ്സ് ഉണ്ട്. വേൾഡ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡിന്റെ അത്രയും ഇൻഡിവിജ്വലി ഒരു ഗെയിം മാറ്റാൻ കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സ് ഉള്ള ഒരു ടീം വേറൊരു ടീമിലില്ല. കാരണം എല്ലായിടത്തും ഇൻഡിവിജ്വലി ഗെയിം മാറ്റാൻ കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സ് ആണ്. ആസ് എ ടീം, ആസ് എ യൂണിറ്റ് അവർക്ക് കുറച്ച് സ്ട്രക്ചറൽ ഇഷ്യൂസ് ഉണ്ട്. അത് ഈവൻ ലാസ്റ്റ് സിറ്റി മാച്ചിലും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. സോ അത് എങ്ങനെയും ആൻസലോട്ടിക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ സാധിച്ചാൽ ഇറ്റ്സ് എ ഗെയിം ചേഞ്ചർ. സോ അവരിപ്പോ നോക്കാനാണെങ്കിൽ കോപ്പ ഡെൽ റേ സെമിയിലുണ്ട്.
ലലീഗ റേസിലും ഉണ്ട്, അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലും അവർ ആക്റ്റീവ് ആണ്. സോ 3 ടൈറ്റിൽ റേസും ഈവൻ ഈ മോശം സ്റ്റാർട്ട് ആയതെന്ന് പറഞ്ഞാൽ അവരുണ്ട്. അത് റയൽ മാഡ്രിഡിന്റെ DNA യിലുള്ളതാണ്. പറയാൻ പറ്റില്ല. അതെ. ഇപ്പോ മറ്റൊരു ചേഞ്ച് കാണുന്നത് ലിവർപൂൾ എവർട്ടണുമായിട്ട് ഗുഡിസൺ പാർക്കിൽ വെച്ച് ശരിക്കും പറഞ്ഞ ഒരു അടി നടന്നു. അവസാന നിമിഷം ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. ടർക്കോസ്കിയുടെ ഗോള് അവിടെ മൊത്തം സീനായിരുന്നു. പക്ഷെ പ്രശ്നം അതല്ല. ഇപ്പോൾ പ്ലേമൗത്തിനെതിരെ തോറ്റു. അതിനുശേഷം ഇവർക്കെതിരെ പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. ഈ മൊമെന്റം പോയി കഴിഞ്ഞാൽ ലിവർപൂളിന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫുട്ബോളിൽ പെട്ടെന്ന് 1-2 മാച്ച് തോറ്റിട്ടാണ് സിറ്റി കണ്ടിന്യൂസ് ആയിട്ട് 13 മത്സരം ആ ഒരു ഡ്രൗട്ടിലേക്ക് പോയത്. ബ്രോ, ഇതൊരു വറിയിങ് ഫാക്ടർ ആണോ അല്ലെങ്കിൽ ഇത് വൺ ഓഫ് മാച്ച് ആയിട്ടാണോ ബ്രോയുടെ അഭിപ്രായത്തിൽ? വൺ ഓഫ് മാച്ച് ആയിട്ട് ഞാൻ വേണ്ട നമുക്ക് പറയാം. പക്ഷെ ഇപ്പം റീസെന്റ് നോക്കാനായിട്ടാണ് പ്ലൈമത്തിനോട് തോറ്റപ്പോ അതില് കുറച്ച് വറിയിങ് ആയിരുന്നു. അവർ ആ ഒരു 1-0 ലീഡ് എടുത്തതിനു ശേഷമാണ് ലിവർപൂൾ കുറച്ച് ആക്റ്റീവായിട്ട് ആ മാച്ചിൽ ഒരു ഗോളിന് ശ്രമിക്കുന്നത് കാണുന്നത്. സോ ഡെഫിനറ്റ്ലി അവർക്ക് കുറച്ച് സ്ക്വാഡ് ഡെപ്ത് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ ഗ്രാമബർഗ് ശരിക്കും ഓവർ യൂസ് ആണ്. പുള്ളി ഒരു മനുഷ്യനാണ്. നമുക്കിപ്പം ലാസ്റ്റ് എവർട്ടൺ മാച്ചിൽ ചില സിറ്റുവേഷൻസിലൊക്കെ അവർ ഇന്റൻസിറ്റി അഥവാ മിഡ്ഫീൽഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ടയർനെസ് ഒക്കെ നമുക്ക് കാണാനുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ലൂയിസ് ഡിയാസിന്റെ പെർഫോമൻസ് റീസെന്റ് വറിയിങ് ആണ്. ഏലിയറ്റിന്റെ പെർഫോമൻസ് റീസെന്റ് വറിയിങ് ആണ്. സോ ഇങ്ങനെ കുറച്ച് ഇപ്പൊ സലയും ഗ്യാപ്പ് പോലും ഗോൾ സ്കോറിങ്ങിന് വേണ്ടി അവർ ഓവർ ഡിപ്പെൻഡന്റ് ആണ്. അതെന്തൊക്കെ പറയാൻ അതൊരു ഫാക്ട് ആണ്. സോ ഡെഫിനറ്റ്ലി അതൊക്കെ വറിയിങ് ഇഷ്യൂസ് ആണ്. പക്ഷേ ഇപ്പം എവർട്ടൺ മാച്ചിനാണ് അവർക്ക് ജയിക്കാന്ന് കളിയാണ്. ലാസ്റ്റ് മൊമെന്റ് ആണ് കൊണ്ടിട്ട് കളഞ്ഞത്. 2-1 ഉണ്ടായത്. ഗുഡിസൺ പാർക്കിൽ നമ്മൾ നോക്കാനായിട്ടാണ് 2-2 ഇവഞ്ച്വലി ഒരു ഡ്രോയിലാണ് പിരിഞ്ഞത്. ആൻഡ് എവർട്ടൺ നമുക്കറിയാം ഒരു നല്ല മൊമെന്റത്തിലാണ്. സോ ഇതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു എൻഡ് ഓഫ് ദ വേൾഡ് റിസൾട്ട് ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ ഇനിയോടെ വരുന്ന ഫിക്സേഴ്സ് അധികം എളുപ്പമല്ല. ഒരു ടഫ് റൺ ഓഫ് മാച്ചസ് വരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി അതിലെങ്ങനെ പെർഫോം ചെയ്ത് നോക്കിയിരിക്കേണ്ടി വരും. ഇനി ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാല് ആർസണലിന് ധാരാളം ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ അവർക്ക് ടൈറ്റിൽ റേസിൽ ആകപ്പാട് ഒരു ത്രെറ്റ് ആയിട്ട് നിൽക്കുന്നത് ആർസണലാണ്. സോ ആർസണലിന് ഇപ്പൊ നോക്കാനായിട്ടാണ് ഒരു ഇൻകൺസിസ്റ്റൻസി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ആർസണൽ. സോ അതാണ് സത്യം പറഞ്ഞാൽ ലിവർപൂളിന് ഈ സീസണുള്ള ഒരു ആശ്വാസം. ഇപ്പൊ സിറ്റി ആയിരുന്നു ഒരു 4-5 പോയിന്റ് പുറകെ നിൽക്കുന്ന അവർ ആ ഒരു മൊമെന്റത്തിൽ വരുമായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ലിവർപൂൾ ഫാൻസ് കൂടുതൽ വറീഡായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു 7 പോയിന്റ് ഗ്യാപ്പ് ഉണ്ട്. ആർസണലിന് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ, ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം സരീഷ് പ്രോ പറഞ്ഞ പോലെ അപ്കമിങ് മാച്ചസിൽ സിറ്റി ഡ്രോപ്പ് ചെയ്തോടെ ഒരു 1-1.5 ഡ്രോപ്പ് പോയാൽ ആർസണൽ ഈവന്തോ തട്ടിമുട്ടിയാണ് ജയിച്ചൊക്കെ കയറി വന്നാൽ എനിത്തിങ് ഈസ് പോസിബിൾ ഇൻ ഫുട്ബോൾ. പക്ഷെ റൈറ്റ് നൗ എനിക്ക് ഇപ്പൊ ഞാൻ ലിവർപൂൾ ഫാൻ ആണെങ്കിൽ വറീഡ് ആയിരിക്കും. പക്ഷെ ഓവർലി വറീഡ് ആയിരിക്കും. അതെ. ഇപ്പൊ ആർസണലിന്റെ കാര്യം ചോദിക്കാറുണ്ട്. കാരണം കായ വേർഡ്സ് ഇഞ്ചുറി ആയി എന്നുള്ള ന്യൂസ് വരുന്നുണ്ട്. അപ്പൊ സാക്ക ഇല്ല, കായ വേർഡ്സ് ഇല്ല. ഇനിയിപ്പോ ട്രൊസാർഡും മാർട്ടിനെല്ലിയൊക്കെ വെച്ചിട്ടാണ് അവര് കളിക്കേണ്ടത്. അവര് വളരെ ഓവർ ഡിപ്പെൻഡ് ആയിരുന്നു സാക്കയില്. ഇപ്പൊ സാക്ക ഇല്ലാതായതോടെ കായ വേർഡ്സിൽ ഡിപ്പെൻഡ് ആയി. ഇപ്പൊ പുള്ളിയും പോയി. അപ്പൊ ആർട്ടറ്റയെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന കുറച്ച് മത്സരങ്ങൾ വളരെ ക്രൂഷ്യലാണ്. കാരണം ഈ സീസൺ എങ്കിലും ഇനി റിസൾട്ട് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പുള്ളിയുടെ ഭാവി എന്തായിരിക്കും എന്ന് നമുക്കറിയില്ല. റോഡ് അഭിപ്രായത്തിൽ ഇനിയിപ്പോ ഒഫൻസ് കളിക്കാൻ ഇപ്പൊ എന്താണ് പുള്ളിയുടെ ഒരു ഓപ്ഷൻ? ഈ യങ്സ്റ്റേഴ്സിനൊക്കെ പിടിച്ച് സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കേണ്ട സിറ്റുവേഷൻ ആണോ? ബ്രോ റൈറ്റ് നോ അതേ വഴിയുള്ളൂ. നെനേരി, സ്ട്രെല്ലിംഗ്, ട്രൊസാർഡ് ഈ ഫ്രണ്ട് ത്രീയിട്ട് കളിപ്പിക്കേണ്ട അവസ്ഥയാണ്. അല്ലെങ്കിൽ ഇപ്പം പറയുന്ന ചില ട്രോളൊക്കെ കണ്ടു, മിക്കേൽ മെറീനോ ഫോൾസ്റ്റൈൻ അതാണ് അറിയാം. എനിക്കറിയത്തില്ല ഇനി അത് വല്ലതാണോ സംഭവത്തിൽ. മിക്കേൽ മെറീനോക്ക് ഗോൾ സ്കോറിംഗ് ഇൻസ്റ്റന്റ് ഉള്ള ഒരു മിഡ്ഫീൽഡർ ആണ്. ഈ പുള്ളിയെ പിടിച്ച് ആ റോൾ ഇടുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ല ബ്രോ. അത് ഡെഫിനറ്റ്ലി സ്ട്രൈക്കേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തതിന്റെ കുഴപ്പമാണ്. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആർസണൽ ഡെഫിനറ്റ്ലി കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കഴിഞ്ഞ കുറെ വിൻഡോസ് ആയിട്ട് അറ്റാക്കേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു മടിയുണ്ട്. അഥവാ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. സോ ഡെഫിനറ്റ്ലി അവരുടെ 3 മെയിൻ താരങ്ങൾക്ക് ഇപ്പൊ ഇഞ്ചുറി പറ്റിയപ്പോൾ അവിടെ ഒരു ഷോർട്ടേജ് ഉണ്ട്. സോ എന്റെ ഒരു അഭിപ്രായത്തില് സലീൽ ബ്രോയ്ക്ക് തോന്നുന്നുണ്ടോ ക്യാൻ യു ഡിപെൻഡ് ഓൺ സ്റ്റെർലിംഗ്? നൊനേരി ഒരു യങ്സ്റ്റർ ആണ്. സത്യം പറഞ്ഞാൽ നൊനേരി, ട്രൊസാർഡ്. പക്ഷെ ഇവര് 3 പേരെ റൊട്ടേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ തന്നെ. ഇപ്പൊ ഒരു മാച്ചില് അടുത്തൊരു 2 മാച്ചിൽ വരുവാണ്. അതില് ഫസ്റ്റ് ഹാഫിൽ തന്നെ ട്രൊസാർഡിന് ഒരു നോക്ക് കിട്ടി, അല്ലെങ്കിൽ നൊനേരിക്ക് ഒരു നോക്ക് കിട്ടി. അവരൊന്ന് മാറ്റേണ്ട സിറ്റുവേഷൻ. പിന്നെ നമുക്കറിയാം ഡെസ്പറേറ്റ്ലി ചേഞ്ചസ് വേണ്ടതാണ് ഫ്രണ്ടിൽ. ഇപ്പൊ അപ്പ് ഫ്രണ്ട് ആണ് ഒരു മാച്ചിൽ ഏറ്റവും കൂടുതൽ റൊട്ടേഷൻ നടക്കുന്നത്. ഒരു മാനേജർ എന്തെങ്കിലും ചേഞ്ച് നടത്തണം ഏറ്റവും അക്കാഡമിയിലെ പിള്ളേരെ എല്ലാം നോക്കേണ്ട സിറ്റുവേഷൻ വരുവാണ്. സോ അവിടെയാണ് എനിക്ക് തോന്നുന്നത് ആർസണൽ ടൈറ്റിൽ റേസിലൂടെ വരാനായിട്ട് ഡിഫിക്കൽട്ട് ആവും തോന്നുന്ന ഒരു മെയിൻ റീസൺ അതാണ്. അപ്പ് ഫ്രണ്ട് വളരെ വളരെ ഷോർട്ടേജ്. ഓൾറെഡി അവര് ഈവൻ ഇഫ് അവരുടെ ടോപ്പ് പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും ഗോൾസ് അടിക്കാൻ സ്ട്രഗിൾ ചെയ്യാറുണ്ട് ചില മാച്ചസിൽ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവരും കൂടെ ഇല്ലാത്ത ഒരു സമയത്ത് എവിടെ നിന്ന് ഗോൾ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. സോ ഐ തിങ്ക് നൊനേരിയിലാണ് ഇപ്പോൾ ആർസണൽ ഫാൻസ് ബിഗസ്റ്റ് പ്രതീക്ഷ.
അതെ. അവസാനത്തെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ബ്രോ, ഈ ലണ്ടൻ ടീമിനൊക്കെ എന്താണ് പറ്റിയത്? ഡൊമസ്റ്റിക് കപ്പ്ന്ന് ഓരോ ആൾക്കാരായിട്ട് നമുക്ക് ഈ കപ്പ് വേണ്ട, നമുക്ക് ഈ കപ്പ് വേണ്ട എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർസണല് ന്യൂകാസിലെതിരെ പ്രശ്നമായത്, നമ്മൾ ലിവർപൂളിനെതിരെ പൊട്ടി പണ്ടാറടങ്ങി. അതിനുശേഷം കഴിഞ്ഞ മത്സരത്തിൽ ആസ്റ്റൺ വില്ലക്കെതിരെ തോക്കുന്നു, ലിവർപൂൾ പ്ലേമോത്തിനെതിരെ തോക്കുന്നു. ഇങ്ങനെ ചെൽസി ഒരു മത്സരത്തിൽ പരാജയപ്പെടുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഈ ലണ്ടൻ ടീമിന് ആർക്കും ഡൊമസ്റ്റിക് കപ്പിന് താല്പര്യമില്ലെന്ന് തോന്നുന്നു ഈ സീസൺ. എനിക്കും അറിയത്തില്ല ബ്രോ. ഇപ്പം ഡെഫിനറ്റ്ലി ആൻഫീൽഡിൽ ചെന്ന് അവർ 1-0 ലീഡുമായിട്ട് ചെന്ന് തോറ്റത് ഞാൻ അത്ഭുതമല്ല. പക്ഷെ എന്നാലും ദ വേ സ്പേഴ്സ് പ്ലേഡ് ഒരു ഇഷ്യൂ ആണ്. പക്ഷെ സ്പേഴ്സ് എനിക്ക് തോന്നുന്നു ഈ സീസൺ ഏറ്റവും കൂടുതൽ ഇഞ്ചുറി ഇഷ്യൂസ് വേൾഡ് ഫുട്ബോൾ തന്നെ ഹിറ്റ് ചെയ്തിരിക്കുന്ന സ്പേഴ്സ് ആവുന്നുണ്ട്. സോ ആ കാര്യത്തിൽ എനിക്കൊരു സിമ്പതി ഉണ്ട്. പക്ഷെ എന്നാലും ആ ഒരു പെർഫോമൻസ് അല്ല, ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഇല്ലാതെ സിറ്റുവേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ആർസണൽ ഔട്ടായി, FA കപ്പിൽ നിന്ന് ഔട്ടായി, ലീഗ്സ് കപ്പിൽ നിന്ന് ന്യൂകാസിലിന്റെ അഗൈൻസ്റ്റ് അല്ലാതെ ഡിസപ്പോയിന്റിംഗ് പെർഫോമൻസ് ആയിരുന്നു ന്യൂകാസിൽ വരുന്നുണ്ട്. പിന്നെ ചെൽസി ബ്രൈറ്റനോട് തോറ്റ് പുറത്തായത് കുറച്ച് സർപ്രൈസ്ഡ് ആണ്. ഞാൻ FA കപ്പ് അവർ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കും. മരസ്ക കുറച്ചുകൂടെ സീരിയസ്ലി FA കപ്പ് കാണും. പക്ഷെ ആ മാച്ച് ഈവൻ ദോ കുറച്ച് 1-2 സിറ്റുവേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെൽസി ഫാൻസ് പറയുന്നുണ്ടായിരുന്നു അത് നമുക്ക് ഫേവറബിൾ ആയിട്ട് പോയില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ എന്നാലും മിക്ക ചെൽസി ഫാൻസും സമ്മതിക്കുന്ന ഒരു കാര്യമായിരുന്നത് ഓവറോൾ ചെൽസി നന്നായിട്ട് കളിച്ചില്ല ആ ഒരു മാച്ചിൽ ബ്രൈറ്റനിൽ. സോ ഒരു വിൻ ഡിസർവ് ചെയ്തിരുന്നോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കേണ്ടി വരും. അപ്പുറത്ത് ആർഗ്യൂ ചെയ്യാം കുറച്ച് കോൾസ് അവർക്ക് അഗേൻസ്റ്റ് പോയതൊക്കെ. പക്ഷെ എന്നാലും ഓവറോൾ ഡിസപ്പോയിന്റിംഗ് പെർഫോമൻസ് ആയിരുന്നു ചെൽസിയുടെ ആ ഒരു മാച്ചിൽ. സോ ലണ്ടൻ ക്ലബ്സ് ഇപ്പൊ റീസെന്റ് നോക്കാനായിട്ട് ലണ്ടൻ ക്ലബ്സ് ആർസണലാണ് ഇപ്പം എന്താ പറയുക ഒരു ടൈറ്റിൽ റേസ് ഉണ്ടെന്നുള്ള പ്രതീക്ഷ എല്ലാവരും. പക്ഷെ ഈ സീസൺ 3 ലണ്ടൻ ക്ലബ്സും ഡിസപ്പോയിന്റിംഗ് ആണ്. ചെൽസി ഒരു നല്ല സ്റ്റാർട്ടായിരുന്നു. ഒരു സിറ്റുവേഷൻ ഓർമ്മയുണ്ടോ? 3 പോയിന്റ് ഗ്യാപ്പ് ലിവർപൂളായിട്ട്. അവിടെ നിന്ന് ഇപ്പൊ 14 പോയിന്റ് ഗ്യാപ്പ് ആയിട്ടുണ്ട്. സെൻസോ മരസ്കോ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രോജക്ട് 2 വർഷം കൊണ്ട് ചാമ്പ്യൻസ് ലീഗിലോട്ട് വരാനായിരുന്നു, 1 വർഷം കൊണ്ട്. അതൊക്കെ ഒരു നല്ല കമന്റ് അല്ല എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ ഡിസപ്പോയിന്റഡ് ആണ് ചെൽസി ക്ലബ്. ഇപ്പൊ ലണ്ടൻ ക്ലബ്ബുകളുടെ ഇപ്പോഴത്തെ ഒരു പോക്ക് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആണ്. അപ്പുറത്ത് ടോട്ടനാം ആണെങ്കിലും ചെൽസി ആണെങ്കിലും അവരുടെ ചില ട്രാൻസ്ഫർ പോളിസീസ് 2 ക്ലബ്ബുകളുടെ ക്വസ്റ്റ്യനബിൾ ആണ്. ആർസണലിന്റെ ട്രാൻസ്ഫർ പോളിസീസിൽ ഉപരി അവർ ടാർഗറ്റ് ചെയ്യുന്ന അറ്റാക്കേഴ്സിനെ പ്രോപ്പറായിട്ട് ടാർഗറ്റ് ചെയ്യാത്തതും ടു ആൻ എക്സ്റ്റെന്റ് മേ ബി അറ്റാക്കെ നമ്മൾ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം മരസ്കയും പോസ്റ്റോകോഗ്ലുവിനെ എക്സ്പെക്ട് ചെയ്യുന്നതിനും കൂടുതൽ നമ്മൾ അറ്റാറ്റേനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അറ്റാറ്റ എന്തുകൊണ്ട് ഡൊമസ്റ്റിക് കപ്പുകൾക്ക് അധികം പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത്. പുള്ളി വന്ന ആ സീസണിൽ അടിച്ച ഒരു കപ്പല്ലാതെ എടുത്തു പറയത്തൊക്കെ ഒന്നുമില്ല. സോ ഞാൻ ഏറ്റവും കൂടുതൽ ഡിസപ്പോയിന്റഡ് അറ്റാറ്റ ഡൊമസ്റ്റിക് കപ്സിൽ കൊടുത്ത ഒരു പ്രയോറിറ്റി നമുക്ക് കുറച്ച് ഫ്രസ്ട്രേറ്റിംഗ് ആണ്. ഐ തോട്ട് പുള്ളി FA കപ്പ് സീരീസ് ആയിട്ട് എടുത്തു. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം. ജോയിൻ ചെയ്തതിൽ വളരെ നന്ദി. ഓക്കെ ബ്രോ, ടേക്ക് കെയർ, ബൈ.